ഒരു ഫ്രൈഡേ ഈവനിങ് ആണ്. ചിക്കനാ എൻ്റെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഒരു ഫ്രൈഡേ ഈവനിങ് ആണ്. ശ്രീഹരി ഓഫീസിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ശ്രീഹരി ഓഫീസിൽ പോയപ്പോഴേ ചിക്കൻ വാങ്ങണം, ഇന്ന് ചിക്കൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോയിരിക്കുന്നത്. കാരണം ഇപ്പം മീൻ അധികം ഞങ്ങൾ അങ്ങനെ മേടിക്കുന്നില്ല. ആറ്റുമീൻ നല്ലത് കിട്ടുകയാണെങ്കിൽ മാത്രമേ മേടിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വെജാണ്. അപ്പം ഇന്ന് എന്തായാലും ചിക്കൻ വാങ്ങിക്കണമെന്നും പറഞ്ഞാൽ പോയത്. അപ്പം ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ചു. അപ്പം അത് ഇന്നത്തേക്കും നാളത്തേക്കും കൂടെ വേണ്ടിയിട്ട് അങ്ങ് റെഡി ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പം ചിക്കൻ ഫ്രൈ വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം നമുക്കൊരു കുറച്ച് ഓയിൽ, ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ബർത്ത്ഡേക്ക് ശേഷം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എക്സർസൈസും നടക്കാൻ പോകാനുള്ള സ്ഥലമൊന്നും ആക്ച്വലി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്തൊക്കെ തന്നെ ഉള്ള നടപ്പൊക്കെയാണ് കൂടുതലും. പുറത്തു പോയി അങ്ങനെ നടക്കാനോ അല്ലെങ്കിൽ അതിനൊരു പറ്റിയ പാർക്കൊന്നും ഇവിടെ അടുത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയില്ല, തപ്പാൻ വേണ്ടിയിട്ട്. അതാണ് മെയിനായിട്ടും കാര്യം. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിനകത്ത് സ്ഥലം ഉണ്ടല്ലോ, അപ്പം ഇതിനകത്ത് തന്നെ ഇങ്ങനെ നടക്കുക മെയിനായിട്ടും ചെയ്യുന്നത്. പിന്നെ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു പുതിയ മസാല ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചു, ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുവരെ കുറച്ച് ഓയിലിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തായിരുന്നു. അപ്പം ആ സെയിം മസാല ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പം എനിക്കും നേരത്തെ കഴിക്കണം. ശ്രീഹരിക്ക് ഡിന്നറിനാണോ വേണ്ടത്? എന്തായാലും ഞാൻ നേരത്തെ, എനിക്കൊരു ഇപ്പം സമയം 4 മണി കഴിഞ്ഞു. അപ്പോൾ ശ്രീഹരി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശ്രീഹരിക്ക് ഈ ഒരു കുറച്ച് വന്നു കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരു 5 മണി 6 മണി സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ഒരു പതിവുണ്ട്. എന്തെങ്കിലും സ്വീറ്റ്, മിക്കവാറും ബ്രെഡോ അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതും അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഇല്ല, അത് പുഴുങ്ങിയതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പം ഇന്ന് ചിക്കൻ വൈകുന്നേരത്തേക്ക് വേണോ അതോ രാത്രി വേണോ എന്ന് എന്നോട് പറഞ്ഞില്ല. രാത്രി വേണമെങ്കിൽ ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും, ശ്രീഹരിക്ക് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കൊടുക്കാം. വൈകുന്നേരം ഇപ്പം സ്വീറ്റ് പൊട്ടറ്റോയും കൊടുക്കാം. ഞാൻ നേരത്തെ എന്തായാലും എല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഒരു 5:30 മുമ്പ് ഫുഡ് കഴിക്കും. അപ്പം അപ്പോഴ് ഞാൻ ചിക്കനെല്ലാം പുരട്ടിയെല്ലാം വെച്ചിരിക്കുകയല്ലേ, അതങ്ങ് ഫ്രൈ ചെയ്തിട്ട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വീറ്റ് ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പം അത് തീർക്കണം, അത് തീരാറായി, നാളെ മറ്റന്നാളും അതിൻ്റെ എക്സ്പയറി. അപ്പം അതും ബ്രെഡും കുറച്ച് കുക്കുംബറും ഒക്കെ കൂടെ ഞാൻ അങ്ങ് കഴിച്ചു. എൻ്റെ ഇന്നത്തെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡിന്നർ അതാണ്. കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്ത ചിക്കനും, എന്നുവെച്ചാൽ നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്യുമ്പം ഞാൻ ഓയിലല്ല ആക്ച്വലി, ഞാനൊരു ശകലം 1-2 ടീസ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. അതും നമ്മുടെ ബ്രെഡും കുറച്ച് കുക്കുംബറും ക്യാരറ്റും അങ്ങനെ എന്തെങ്കിലും ഒരു സാലഡും കൂടെ ആക്കി ഇന്നത്തെ എൻ്റെ ഡിന്നർ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, എൻ്റെ വെയിറ്റ് ഏകദേശം ഒരു 64 എത്തി. ഞാനൊരു 2-3 ആഴ്ച ഒരു കൺട്രോളും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഇതെടുക്കുന്നതിൻ്റെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ബ്രൗണി, കേക്ക്, ബ്രൗണി, അത് വേണ്ട. ഞാൻ കുറേ പുറത്തു പോയപ്പോൾ, ഇടയ്ക്കൊക്കെ പുറത്തു പോകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ് ആയിട്ടുള്ളത് കഴിച്ച് കംപ്ലീറ്റ് കുളമായി. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്, ആ ഒരു ബർത്ത്ഡേക്ക് മുമ്പുള്ള ആ ഒരു വീക്ക് കൊണ്ട് ഞാൻ ഏകദേശം 1 കിലോയോളം കൂടി. അപ്പം ഒരു ശ്രീഹരി വന്നു. സർപ്രൈസ് ഉണ്ടോ? ചിക്കനാ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. എന്തിന്? സ്നാക്സോ? ഞാൻ ചിക്കന് എന്താ ഡിന്നറിന് വേണോ അതോ? ശ്രീഹരി വന്ന് എനിക്ക് വീണ്ടും ശ്രീഹരിയുടെ പരിപാടിയിലേക്ക് കടന്നു. അപ്പം നമുക്ക് ചിക്കൻ ഒരു 5 മണിയാവുമ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഉള്ള അങ്ങ് റെഡിയാക്കിയിട്ട് ഞാൻ ബ്രെഡും ചിക്കനും കുറച്ച് കുക്കുംബറും കൂടെ കഴിച്ച് അവസാനിപ്പിക്കും. ശ്രീഹരിക്ക് തന്നെ ചിക്കൻ കഴിക്കാൻ മതി. രാത്രി ദോശ മാവ് ഇരിപ്പുണ്ട്, റാഗി ദോശയുടെ മാവ് ഇരിപ്പം, ദോശയും ചമ്മന്തി മതി.
വിചാരിച്ചെന്തായിരുന്നു, ഇനി നമുക്ക് പോയി ചിക്കൻ ഫ്രൈയുടെ ആ ഒരു മസാലയുടെ റെസിപ്പി കണ്ടിട്ട് വരാം. ഞാൻ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലി, നമ്മുടെ ഒന്നോടുള്ള മല്ലിപ്പൊടിയല്ല, മല്ലി തന്നെ ചേർക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 1-2 ടീസ്പൂൺ. പിന്നെ പെരിഞ്ജീരകവും സാദാ ജീരകവും കുറച്ച് കുരുമുളകും, ഇത് ഇത്രയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഗരം മസാല ഇത്രയും ചേർത്ത് കുറച്ച് നാരങ്ങ, ഒരു അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് അതിൻ്റെ കുരു അതിനകത്ത് പോകല്ലേ, പ്രത്യേകിച്ച് അരയ്ക്കുമ്പോൾ അതിൻ്റെ കുരു അതിനകത്ത് പോലെ കഴിക്കും. അപ്പോൾ അത് കുരു കളഞ്ഞ് നാരങ്ങ നീരും എടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പം ഒത്തിരി അങ്ങ് പേസ്റ്റോടെ അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ഒരു തരിതരിപ്പ് കിടന്നോട്ട് കുഴപ്പമൊന്നുമില്ല. അതെന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കനിൽ പുരട്ടി ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ 3 മണിക്കൂർ 2-2.5 മണിക്കൂർ എന്തായാലും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരമൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി അങ്ങ് വെച്ചാൽ മതി. വെച്ചിട്ട് നമുക്കിത് ചെറിയ സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ എല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചില്ല, ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല, ഇപ്പം അങ്ങനെ വലിയ ചൂടും കാര്യങ്ങളും ഒന്നുമില്ല, പുറത്തിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പരിപാടി, ഞാൻ ചായ ഇടാൻ പോവാണേ. ഞാൻ ചായ ഇടാൻ പോവാണ്. അപ്പോൾ ഞാനിത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം. അത് ഞാൻ ഒരു കുറച്ച് ദിവസം ആയിട്ടുള്ളൂ, ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട്. ഒത്തിരി ദിവസം ആയില്ല. അപ്പോൾ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ചയായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പം അത് കഴിഞ്ഞ് ബുധൻ, വ്യാഴം, വെള്ളി ഇന്ന് 3-ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ. മനഃപൂർവ്വമാണ് ഞാൻ ഇവിടെ ഒരു സംഗതി വാങ്ങിച്ച് വെക്കാത്തത്. ഞാൻ ഇങ്ങനെയുള്ള ഈ ഉപ്പേരി, മിക്സ്ചർ സംഭവങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. കാരണം അതൊക്കെ ഡെയിലി ബേസിസിൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ചീത്തയാണ്. ഞാനാണെങ്കിൽ അങ്ങ് വീങ്ങി തെറ്റി അങ്ങ് പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പം സ്നാക്സ് എന്തെങ്കിലും ഇപ്പം ഉടനെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങും. അതും പക്ഷെ ഡെയിലി ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങളത് ആഴ്ചയിൽ 2 തവണയൊക്കെ വൈകുന്നേരം എടുക്കത്തുള്ളൂ, 2-3. കാരണം ഗ്യാസ് ഇഷ്യൂസ് വരും. അപ്പം അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് ടോസ്റ്റ് ചെയ്തെടുക്കും, മുട്ടയായിട്ട് എടുക്കും സ്നാക്സ് ആയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ശ്രീഹരിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചിക്കൻ, ഇങ്ങനെ ഇടനേരം ചിക്കൻ തന്നെ കഴിക്കുന്നതാണ് ശ്രീഹരിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞ ഓയിലിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ കുക്കുംബറും കൂടെ കൊടുക്കും. അപ്പം അതൊരു 5 ഞാൻ കഴിക്കുമ്പോൾ ശ്രീഹരി അത് കഴിയും. അപ്പം ശ്രീഹരി 5 മണിയാകുമ്പം കഴിക്കും. കഴിച്ചിട്ട് പിന്നെ രാത്രി റാഗി ദോശ ചുട്ടു കൊടുക്കും. ചിക്കനും ഉള്ളു, വേറെ എന്ത് ഞാൻ ഉണ്ടാക്കാനാ. അപ്പോ ചായയൊക്കെ റെഡിയായി. അതൊക്കെ ഞാൻ ചിക്കൻ അങ്ങ് വെച്ചാലോ എന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി സമയം എന്തിനാ, 4:30 കഴിഞ്ഞു. ചിക്കൻ അങ്ങ് വെച്ച് കഴിഞ്ഞാ ചിക്കൻ ഇപ്പൊ ഒരു 2-3 മണിക്കൂർ ആയി കാണും. ഞാൻ ഒരു ഉച്ച സമയത്തെ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് ഉടനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ട് ചിക്കനും കഴുകി അങ്ങ് പുരട്ടി അങ്ങ് വെച്ചു.
നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ചിക്കൻ. പാത്രം എടുക്കുക. കണ്ടോ, ഇത്രയും മതി ഏകദേശം. ഇതൊന്ന് ചുറ്റിക്കുക. ഒരു ചെറിയൊരു ഇതുണ്ട്. ആ ഒരു പാൻ മുഴുവനും അങ്ങ് ബട്ടറിന്റെ ആ ഒരു ചെറുതായിട്ടൊരു ബട്ടറോ എണ്ണമയോ ഇങ്ങനെ അങ്ങ് ഇത് ഏകദേശം ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ കാണും. അതിൽ കൂടുതലൊന്നും കാണത്തില്ല. അപ്പൊ ഇങ്ങനെ ആക്കിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അതവിടെ ഇരുന്ന് പതിയെ ആയിക്കോട്ടെ. അപ്പം ഞാൻ 16:8 ആയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റേഷ്യോ ഇല്ലേ, കാരണം കുറെ നാളായിട്ട് ഇപ്പൊ 10:14 16 റേഷ്യോയിലായി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 10:14 വരാമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ. അപ്പം 10:14 കുറെ നാളായിട്ടിരിക്കുമ്പോഴത്തേനും ചിലപ്പം വെയിറ്റ് കുറയാൻ, കാരണം കുറച്ച് നാളായിട്ട് എൻ്റെ ബോഡി ആ ഒരു രീതിയിലല്ലേ അഡാപ്റ്റ് ആയി ഇരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ആ ഒരു രീതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു വെയിറ്റ് സ്റ്റക്ക് ആകുന്ന ചിലപ്പം ഒരു രീതിയിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ 16:8 ആക്കിയാലോ, ഞാൻ 2 ദിവസം നോക്കിയിട്ട് 16:8 ആക്കിയാലോ എന്ന് വിചാരിക്കുന്നു. വെയിറ്റ് സ്റ്റക്ക് ആകുകയാണെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പൊ ഈ ബാക്കിയുള്ള ഈ മസാല ഉണ്ടല്ലോ, ഇത് ഞാൻ ചിക്കൻ റോസ്റ്റിനകത്തേക്ക് എണ്ണയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇട്ടങ്ങ് മൂപ്പിച്ചിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. ഞാൻ ചായ ഇതുവരെ കുടിച്ചില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. ഇതിരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഞാൻ വിചാരിക്കുന്നു ഒരു സാലഡ് ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാം. പക്ഷെ ശ്രീഹരിക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത സാലഡ്. ശ്രീഹരിക്ക് എനിക്കറിയാം, ഞാൻ ട്രൈ ചെയ്യും. ശ്രീഹരിക്ക് എനിക്കറിയത്തില്ല അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് കുക്കുംബറും ക്യാരറ്റും 2 പീസിൻ്റെ സ്ലൈസ് പൈനാപ്പിൾ ഇരിപ്പുണ്ട്. 2 സ്ലൈസ് പൈനാപ്പിളും കൂടെ ഇനി ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് ഒരു സാലഡ് നമുക്ക് ഉണ്ടാക്കാം. അതിനകത്ത് എനിക്ക് സബോളയും തക്കാളി ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതെടുക്കും. പിന്നെ അതിന് ഞാൻ റീപ്ലേസ് ചെയ്യുന്ന കാര്യം മാതള നാരങ്ങയാണ്. പിന്നെ ആപ്പിള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്ത് നല്ല എനിക്കിഷ്ടമാണ്. ശ്രീഹരി അത് കഴിക്കാമെന്ന് അറിയത്തില്ല. ശ്രീഹരിക്ക് കുക്കുംബറും ക്യാരറ്റും തന്നെ തിന്നുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇന്ന് ആ സാലഡും കൂടെ ഉണ്ടാക്കാം. ഇതിങ്ങനെ വലിച്ചു നീട്ടി ഇന്ന് ഞാനത് വലിയ വീഡിയോ ആയി പോകുന്ന ഒരു പേടി. സാരില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വർത്താനം പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല മൂഡാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എന്തൊരു ശബ്ദം വരിക നോക്കിട്ട് വരാവേ. അതൊന്നും ഇല്ലാതെ ഞാൻ ആമസോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ ആ വേസ്റ്റ് കളയാനുള്ള വേസ്റ്റിൻ്റെ കൂടെ യൂട്ടിലിറ്റി ഏരിയയുടെ അവിടെ എൻ്റെ മേളിച്ചിട്ടുണ്ട്. അതാണ്. അപ്പം ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ആണെങ്കിലും ഹെയർ കെയറിൻ്റെ ആണെങ്കിലും അല്ലാതുള്ള ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിലും ചില സമയത്ത് ഞാൻ പറഞ്ഞ് ഞാൻ ഇത് വീഡിയോ ഓടുന്നത് എത്ര മണി എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാതെ അങ്ങ് വർത്താനം പറഞ്ഞ് പോവും. അതൊരു കുഴപ്പമാണ്. അങ്ങ് വലിച്ചു നീട്ടി ഒന്നിനെ കണക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞു. അപ്പം ചിലപ്പം ഞാൻ കുറെയൊക്കെ കട്ട് ചെയ്ത് കളയുവേ. ചില സമയത്ത് ഞാൻ കേൾക്കുമ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞല്ലേ, എന്തിനാണ് ഞാൻ കട്ട് ചെയ്ത് കളയണമെന്ന് വിചാരിക്കും. ഇഷ്ടമുള്ളവർ കാണട്ടെ, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അതാണ്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമുക്ക് ഇനിയും സാലഡ് ഉണ്ടാക്കാം.
അത് പക്ഷെ എനിക്ക് ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം ഇരുന്ന് അതിനകത്തൊന്നും വെള്ളമൊന്നും ഇറങ്ങുന്ന ഇഷ്ടമല്ല. ഇപ്പൊ വേണ്ട, നമുക്ക് ചിക്കൻ റെഡി ആയിട്ട് അത് ഉണ്ടാക്കിയാൽ മതി. എനിക്കത് ഉണ്ടാക്കി എടുത്ത് അപ്പം തന്നെ കഴിക്കണം. അത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും ഒക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി അതെനിക്കിഷ്ടമല്ല. അപ്പൊ അത് വേണ്ട. നല്ല വേലിവിടെ ഇപ്പൊ നമുക്ക് കുറച്ച് മിനിറ്റ് കാണാം. ചിക്കൻ ഇവിടെ ഈ ഒരു പരുവത്തില് വെള്ളമൊക്കെ വറ്റി വെന്ത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേനും ആ മസാല, അടി കിടക്കുന്ന മസാലയെല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഇതിന്റെ മേളിലൊക്കെ ആക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിരുന്ന് ഒന്ന് മൂക്കട്ടെ. അപ്പം ഇത് വേവുകയൊക്കെ ചെയ്തു. ഇനി ഇതൊന്ന് മൂക്കണം. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ആപ്പിൾ എടുക്കുന്നുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഇനി നമുക്ക് ഇത് നമ്മുടെ കുക്കുംബറും ക്യാരറ്റുമാണ് വേണ്ടത്. അതിൽ ഞാൻ കൂടുതൽ ചേർക്കുന്നത് ആക്ച്വലി കുക്കുംബറാണ്. ഫ്രൂട്ട്സ് അധികം ചേർക്കേണ്ട. ഞാനൊരു കുഞ്ഞ് ആപ്പിളാണ് എടുത്തത്. അപ്പോൾ അതും പിന്നെ ഒരു 2 സ്ലൈസ് പൈനാപ്പിൾ എടുക്കുന്നുണ്ട്. കുക്കുംബറും ക്യാരറ്റുമാണ് ആക്ച്വലി ഇതിനകത്ത് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത്. അപ്പം ഞാൻ കുക്കുംബർ ചേർത്തു. ഇനി ഈ 2 സ്ലൈസ് പൈനാപ്പിൾ മാത്രം മതി. പൈനാപ്പിളും കൂടി പോകണ്ട. പൈനാപ്പിൾ ഈ 2 സ്ലൈസ് ചേർത്താൽ മതി. എന്നാലേ അതൊരു എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചെറിയ മധുരവും ഒക്കെ കൂടെ ചെല്ലുമ്പം ഈ ക്യാരറ്റും കുക്കുംബറും ഒക്കെ കഴിക്കാൻ ഇതിൻ്റെ ആ ഒരു പുളിരസവും മധുരമൊക്കെ കൂടെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടും. അതാണ് മെയിനായിട്ടും എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതിനോട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ വരുമ്പോൾ ആ ഒരു എരിവും ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് വരും. അത് നല്ല രസമാണ്. നമുക്കത് കഴിക്കുമ്പോൾ ഒരു രസം തോന്നും. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് അധികം നേരം വെക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇതിനകത്ത് സബോളയും തക്കാളിയും ചേർക്കത്തേ ഇല്ല. അത് വരുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല ഇങ്ങനെ സാലഡ് എടുക്കുമ്പോൾ. അപ്പം ഇത് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി സാലഡ്. ചിക്കൻ ഇവിടെ ആവശ്യത്തിനെല്ലാം മൂത്ത് നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടി കഴിക്കാം. ഇത് സ്വീകരിക്കുവാണ്. ഞാൻ കൊടുത്തിട്ട് വരട്ടെ. ഇത് ഞാൻ ആ ചിക്കൻ എടുത്ത അതേ പാനിലിട്ട് ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡാണ്. ഇതാണ് എൻ്റെ ഡിന്നർ. ഞാൻ ഒരു ബ്രെഡ് എടുത്തുള്ളൂ, കാരണം ഇത്ര ഐറ്റം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വേറെ നിറയും. ചിക്കനും ഉണ്ട്, സാലഡും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. എൻ്റെ ഡിന്നർ ഉഗ്രൻ ഒരു മഴ വരുന്ന ഇത് കാണുന്നുണ്ട്. മഴ പെയ്യോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എല്ലാം മഴക്കാർ വരുന്നുണ്ട്. മഴ പെയ്യോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഇവിടെ അങ്ങനെ മഴ പെയ്യുന്നത് ഇപ്പൊ കുറവാണ്. ഇങ്ങനെ ഇരുണ്ട് മൂടി കാണും, പിന്നെ ചുമ്മാ ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോത്തേ ഉള്ളൂ. അപ്പൊ നല്ല ഉഗ്രൻ ഡിന്നറായിരുന്നു. ഇപ്പൊ സമയം 5:30 കഴിഞ്ഞു, 5:45 ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള ട്രൈ ചെയ്ത്. വയറ് നല്ല ഫില്ലിംഗ് ആണ്, കാരണം ചിക്കൻ്റെ കുറെ പീസ് ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഞങ്ങള് ചെറിയ സ്മോൾ കറി കട്ട് പീസ് സ്മോളാണ് ഞാൻ വാങ്ങിച്ചത്. അതാണ് ഇത്ര എണ്ണം വരുന്നത്. അപ്പോൾ അതും ആ സാലഡ് ഇങ്ങനെ എരിവും മധുരവും ഇച്ചിരി പുളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് നല്ലതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാലഡ്. ശ്രീഹരി അധികം കഴിക്കത്തില്ല. ശ്രീഹരി അത് സ്വല്പേ കഴിക്കത്തുള്ളൂ.
ഇങ്ങനെ ഞാനത് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. അതിൽ നിന്ന് ഞാൻ ഒരു വീറ്റ് ബ്രെഡ് എടുത്തുള്ളൂ. നല്ലൊരു കോംബോ ആണ്. എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഞാനിങ്ങനെ ഇങ്ങനത്തെ ദിവസം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ വൈകുന്നേരം അത് വിശക്കത്തില്ല. രാത്രി ഇനി നാളെ രാവിലെയൊക്കെ ആ ഒരു സമയത്തെ വിശക്കത്തുള്ളൂ. ഇപ്പോൾ ചിക്കൻ നമ്മൾ അതിനകത്ത് കൂടുതലും ചിക്കനാണ് കഴിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ കൂടുതലല്ലേ കഴിക്കുന്നത്. അപ്പം നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇനി ക്രേവിങ്സോ അങ്ങനെ വിശപ്പോ ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ് ബ്രെഡ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീറ്റ് ബ്രെഡ് കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ചിക്കനും ഈ സാലഡും മാത്രം കഴിക്കുമ്പോൾ തന്നെ വയറ് നന്നായിട്ട് കഴിക്കും. ഒരു വീറ്റ് ബ്രെഡ് കഴിച്ചാൽ വീറ്റ് ബ്രെഡ് ഇരുന്ന് പോവും. എനിക്കൊക്കെ മെയിനായിട്ടും ഇങ്ങനെയുള്ള വണ്ണം വെക്കുന്നതിൻ്റെ ഈ അധികം വരുന്നത് ഭയങ്കര പ്രശ്നം. കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം കഴിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളവർക്ക് മനസ്സിലാവും, അതങ്ങ് കഴിക്കും. അപ്പോൾ ഈ വണ്ണം വെക്കുന്നവർക്ക് അത് ഇച്ചിരി കൂടുതൽ അങ്ങനെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് വെയിറ്റ് കൂടും. അപ്പം ഞാൻ ആ ഒരു വീറ്റ് ബ്രെഡ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നാളെയും കൂടെ തീർക്കണം. എന്തെങ്കിലും സ്നാക്സ് പോലൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലൊക്കെ ഉണ്ടാക്കി അതങ്ങ് തീർക്കണം. അതൊക്കെയായിരുന്നു. ഇനി എനിക്കൊരു ചിക്കൻ റോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി കാണിക്കണോ വേണ്ടയോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കുറച്ച് എനിക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുക ചെയ്യുന്നത്. ചിക്കൻ എല്ലാം ക്ലീൻ ചെയ്ത് ഇരിപ്പുണ്ടല്ലോ, അപ്പം അതങ്ങ് ഉണ്ടാക്കിയാണ്. ഞാൻ സബോളയും ഇതുമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേണോ വേണ്ടയോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ലെങ്ത് കൂടി പോകുമെന്ന് അറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടെ വേഗം കാണിക്കും. അല്ലെങ്കിൽ അത് ഷോർട്സിലോ വല്ല അപ്ലോഡ് ചെയ്യാം. ലെങ്ത് കൂടുവാണെങ്കിൽ ഇതല്ലേ, കാരണം ഇപ്പം തന്നെ ഞാൻ കുറേ സംസാരിച്ച് കുറേ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇനി എൻ ക്ലിപ്പ് പറയാൻ വരാം. ഞാൻ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഇവിടെ മഴയൊന്നും പെയ്തില്ല. മഴക്കാരങ്ങ് പോയി. അപ്പോൾ ഇനിയും ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇപ്പം തന്നെ അത്യാവശ്യം ഈ വീഡിയോയ്ക്ക് ലെങ്ത് വന്നു. ഇനിയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ഒത്തിരി വലിച്ച് 1 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ട് അല്ലേ തന്നെ ഇത് ഞാൻ വർത്തമാനം പറഞ്ഞ് കുറേ കൂട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, ഇന്ന് എനിക്ക് എന്താ പറയുന്നത് വർത്തമാനം പറയാനൊക്കെ വീഡിയോ എടുക്കാൻ അങ്ങ് തോന്നി. അപ്പം അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞൊക്കെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എന്നാലും ഇന്ന് കുക്കിംഗ് വീഡിയോ കുറച്ച് നാളായാലും ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് എപ്പോഴും പുറത്ത് പോകുന്നതും എനിക്ക് കുക്കിംഗ് വീഡിയോ എടുക്കാൻ മടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനിയൊന്നുമില്ല. ചിക്കൻ റോസ്റ്റ് വെക്കണം, രാത്രി ദോശയും ചമ്മന്തിയും ഉണ്ടാക്കണം, എല്ലാം ക്ലീൻ ചെയ്യണം, കിടക്കണം. നാളെ പിന്നെ ശനിയാഴ്ചയാണ്. അപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ ഈ ഒരു കോംബോ ട്രൈ ചെയ്താൽ ഭയങ്കര ഫില്ലിംഗ് ആണ്. നിങ്ങൾക്കിത് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടും ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ രാത്രിയിലത്തേക്ക് വൈകുന്നേരം ഡിന്നറിനൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആണ്, ഹെൽത്തിയാണ്. അപ്പം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള പ്രത്യേകിച്ച് ഇനി സാലഡ്സ് തന്നെ കഴിക്കണം. ഇപ്പം ചിക്കന് പകരം 2 മുട്ട പുഴുങ്ങിയതും ഈ സാലഡും കൂടെ കഴിച്ചു കഴിഞ്ഞാലും നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ കുറച്ചേറെ സാലഡ്സ് എടുത്താൽ മതി. കുറച്ചേറെ കുക്കുംബറും ക്യാരറ്റും കുറച്ചേറെ എടുക്കാൻ നോക്കണം. ബാക്കിയുള്ളത് നമുക്ക് ആ ഒരു കഴിക്കാൻ ഒരു എന്താ പറയുന്ന ഒരു മോട്ടിവേഷൻ തരുന്ന സംഭവമാണ് ഫ്രൂട്ട്സ്. അത് ഒത്തിരി ആഡ് ചെയ്യേണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി. പൈനാപ്പിൾ ആണേലും എനിക്ക് പൈനാപ്പിൾ ആഡ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പൈനാപ്പിൾ, എനിക്ക് ആ ഒരു ഫ്രൂട്ട്, ആ ഒരു പൈനാപ്പിൾസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എവിടെ നല്ല പഴുത്ത പൈനാപ്പിൾ ഇരിക്കുന്ന എന്തെങ്കിലും ഞാൻ വാങ്ങിക്കും. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടം. എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈനാപ്പിൾ ജാം, പൈനാപ്പിൾ കേക്ക്, പൈനാപ്പിൾ പേസ്ട്രി, എനിക്ക് ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഈയിടെ ഞാൻ ഏതോ ഒരു സിനിമ കണ്ടല്ലോ, ഈയിടെ എന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ്, മറ്റേ പൈനാപ്പിൾ തന്നെ ബിരിയാണിയെ പറ്റി കുറ്റം പറയുന്ന ഒരു സിനിമയില്ലേ, ഒരു ജാഥ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പൈനാപ്പിൾ എസൻസ് അല്ല, പൈനാപ്പിൾ ആയിട്ട് ഇടുന്നത്.
പൈനാപ്പിൾ എസൻസ് ചേർത്ത് അത് എനിക്ക് തിരിച്ചറിയുമ്പോൾ അത് ഭയങ്കര ഒരു സ്ട്രോങ് സംഭവം. പക്ഷെ പൈനാപ്പിൾ, നല്ല പഴുത്ത പൈനാപ്പിൾ നമ്മുടെ ബിരിയാണി വെക്കുമ്പോൾ റൈസിനിടയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക മണവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സിനിമയ്ക്കകത്ത് അതിനെ ഭയങ്കര ചീത്തയായിട്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ബിരിയാണിക്കകത്ത് വരുന്നത്. ഞാൻ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഗീ റൈസ് ഒക്കെ വെക്കുമ്പോൾ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് അതൊക്കെ ഇട്ട് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ ഞാനിങ്ങനെ ഇത് മേടിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് കുക്കുംബറും ക്യാരറ്റും ഒരു പൈനാപ്പിളും കുറച്ച് ആപ്പിളും ഒക്കെ ഇട്ട് ഇതുപോലെ സാലഡ് ഉണ്ടാക്കി കഴിച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടം. വയറ് പെട്ടെന്ന് നിറയും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു ഈവനിങ് വ്ലോഗ് അങ്ങനെ ഞാൻ എടുത്തു. എത്ര നാളായിട്ട് വിചാരിക്കുന്നറിയാം ഇവിടെ വന്നിട്ട് ഒരു ഈവനിങ് വ്ലോഗ് എടുക്കണമെന്ന്. ഒരു തരത്തിൽ ഞാനത് എടുത്തു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.